ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഷാലഡ് ബ്രെഡ് പോക്കറ്റ്സ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 9 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ എല്ലാ ബ്രെഡിൻ്റെയും സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ ബ്രെഡിൻ്റെ സൈഡ് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയറിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മളിതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിലേക്കുള്ള സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മയോണൈസും 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ സോസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് ഇതുപോലെ ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു 3 ബ്രെഡ് വേണം. അതിൽ ആദ്യത്തെ ലെയറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ചെറിയുള്ളിയുടെ പേസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തേക്കും ആകുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓവർ തിക്കാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. ഇനി നമ്മൾ അതിൻ്റെ മേലെ ഒരു ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് മേലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ സോസ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ സോസൊക്കെ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലോട്ട് നമുക്ക് വേണ്ടത് ചീസാണ്. അതും കൂടി ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ചീസും കൂടി വെച്ച് കൊടുത്ത് ഇനി നമുക്ക് ലാസ്റ്റ് ബ്രെഡും കൂടി ഇതിൻ്റെ മേലോട്ട് വെക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ആദ്യം ബ്രെഡിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഈ സെൻറ്റർ പോർഷൻ ഒന്ന് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇതുപോലെ അതിൻ്റെ 4 സൈഡും ആദ്യം ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ സെൻറ്റർ പോർഷനിലേക്ക് ബാക്കിയുള്ള ക്രംസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് ചെയ്താൽ മതി. ഇതുപോലെ എല്ലായിടത്തേക്കും നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഓയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ബ്രെഡും ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഒരു സൈഡ് കുക്കായി കിട്ടാൻ ഏകദേശം ഒരു 3 മിനിറ്റ് വേണം. അപ്പോൾ നമുക്ക് 3 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ഈ സൈഡ് കുക്കായി കിട്ടാനും ഏകദേശം ഒരു 3 മിനിറ്റ് വേണം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാനിവിടെ 3 ബ്രെഡും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് ഓരോന്നെടുത്ത് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡിൻ്റെയും നമുക്ക് ചെയ്തെടുക്കാം.
ഉള്ളിൽ ക്രീമിയും പുറമേ ക്രിസ്പിയുമായിട്ടുള്ള നമ്മുടെ ചീസി ഷാലഡ് ബ്രെഡ് പോക്കറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചീസി ഷാലഡ് ബ്രെഡ് പോക്കറ്റ് റെസിപ്പി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.